ജാടാന്ന് വിചാരിച്ചെടുത്തുനിന്ന് ചേച്ചി ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് നമ്മളെ കൂടി നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും ജാടയുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാണ്ടാക്കി തന്നൊരു ആളാണ് ചേച്ചി. ഇപ്പം ഡയന ചേച്ചി മമ്മൂക്കയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുട്ടിടിച്ചു. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊന്നും ശരിയാവാത്ത എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ചിലതൊക്കെ. ശരിയായ ദൈവമേ അടുത്ത ടേക്ക് ഓക്കെ ആവണേ, അടുത്ത ടേക്ക് ഓക്കെ ആവണേ എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുള്ള ഡബ്ബിംഗ് ഒക്കെ ഒരുപാടുണ്ട്. റീത്ത് എങ്ങനെയായിരിക്കണം എന്ന് ചെമ്പൻ വിനോദിന് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അല്ല ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. റൊമാൻസ് നമ്മൾ ഭീമന്റെ വഴിയിൽ അടിപൊളിയായിട്ട് വർക്കായ റൊമാൻസാ. ഡീപ് ഡൈവിൽ ഇന്ന് നമ്മോടൊപ്പം ദിവ്യ എം നായർ. ചേച്ചി നമസ്കാരം. നമസ്കാരം. മോഹിനിയാട്ടം ഭയങ്കര ചർച്ചയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹോട്ട് ടോപ്പിക്കാണ് മോഹിനിയാട്ടം. എന്തു തോന്നുന്നു ആ ഒരു വിജയത്തിൽ? ഭയങ്കര സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇത്രയും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആവുന്നൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ സിനിമ നന്നായി വരും എന്ന് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം സിനിമ എഡിറ്റ് എല്ലാം കഴിഞ്ഞ് ഡബ്ബിങ്ങും കഴിഞ്ഞപ്പോൾ സൈജു മൊത്തം സിനിമ കണ്ടു. നമ്മളാരും കണ്ടില്ലായിരുന്നു. സൈജു ഭയങ്കര കോൺഫിഡൻസോടുകൂടിയാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. കാരണം നമ്മൾ ഓൾറെഡി ചൂടുവെള്ളത്തിൽ വീണ് പൂച്ചയാണ് ഭരതനാട്യത്തിൽ. നമുക്ക് തിയേറ്ററിലൊരു അങ്ങനത്തെ ഒരു ഇതൊന്നും കിട്ടിയില്ല. പിന്നെ OTT-യിലാണ് ആൾക്കാർ കണ്ടത്. അപ്പോൾ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയപ്പോൾ നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയതാണ് ഭരതനാട്യത്തിൻ്റെ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നന്നാക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം എല്ലാവർക്കും. ഇതിപ്പോൾ സാധാരണ സിനിമയെ സംബന്ധിച്ച് ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ആയിരിക്കും അതിനോടുള്ള വലിയ ഇത്. പക്ഷേ ഭരതനാട്യം മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേപോലെ ആഗ്രഹിച്ചൊരു സംഭവം. അപ്പം സൈജു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങളോട് ആദ്യം പറഞ്ഞു, സിനിമ വർക്കാട്ടോ, അടിപൊളിയാണ്. അപ്പോൾ അതൊരു പ്രൊഡ്യൂസർ കം ആക്ടറുടെ മനസ്സിൽ നിന്ന് വന്നൊരു വാക്കാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തുള്ള ഒരു സക്സസ്സാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു ഭയങ്കര ഫാമിലി ഒരു രീതിയിലാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സാധാരണ ഒരു സിനിമ, ആ സിനിമയുടെ പ്രൊഡക്ഷൻ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, റിലീസായി കഴിയുമ്പോഴും ഒക്കെ അതങ്ങ് കുറഞ്ഞു വരും ഒരു ഫാമിലി ഒരു സാധനം. പക്ഷേ എനിക്ക് തോന്നിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇപ്പോഴും ഒരു കുടുംബം പോലെ മുന്നോട്ട് പോകുന്നൊരു സീനാണ്. അപ്പോൾ ശരിക്കും ഇത് കുടുംബമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറേ ലെജൻസ് ഉണ്ട് ഈ സിനിമയിൽ. ഇപ്പോൾ ഭരതനാട്യം നോക്കിയിട്ടുണ്ടെങ്കിൽ സായികുമാർ ചേട്ടൻ അടക്കമുള്ള ആളുകളുണ്ട്. പിന്നെ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കലാരഞ്ജനി ചേച്ചിനെയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടി വരും. നമ്മളിങ്ങനെ മറ്റിങ്ങനെ ആ അടുക്കളപ്പടിയിൽ ഇങ്ങനെ നിൽക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ, അതായത് ഇപ്പോൾ ശ്രീജി ചേച്ചിയുണ്ട്, സൈജു ചേട്ടനുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കൂടെ പിടിച്ചു നിൽക്കുമ്പോഴത്തേക്കും അതായത് ചേച്ചിക്ക് എന്തൊക്കെയാണ് മനസ്സിലൂടെ കടന്നു വരുന്നത്? ഈ ഡയലോഗ് ഡെലിവറിയിലും അവർ പൊരിഞ്ഞ കൈയടി മേടിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവില്ലേ? ഇല്ല, നമുക്ക് പിടിച്ചു നിൽക്കുന്നത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്തയെ വന്നിട്ടില്ല. സാധാരണ നമുക്കങ്ങനെ വരാറുണ്ട്. ചില സിനിമകൾ നമ്മൾ ചെയ്യുമ്പം വലിയ സീനിയർ ആർട്ടിസ്റ്റുകൾ നിൽക്കുമ്പോൾ നമുക്കൊരു ടെൻഷനൊക്കെ വരാറുണ്ട്. നമ്മളെങ്ങനെയാണ് അവരുടെ ഒപ്പം നമ്മൾ പെർഫോം ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ മിസ്റ്റേക്ക് കാരണം റീടേക്ക് പോയാലോ എന്നൊക്കെയുള്ള ചിന്തകൾ വരാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്കങ്ങനെ ചിന്തിക്കേണ്ട ഒരു, നമ്മുടെ വീട്ടിൽ നമുക്ക് അങ്ങനെ ഒരു മത്സരമില്ലല്ലോ. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അച്ഛനോടോ അമ്മയോടോ നമ്മുടെ മക്കളോടോ ഹസ്ബൻഡിനോടോ ഒക്കെ നമ്മൾ ചിലപ്പോൾ നമ്മളായിട്ട് തന്നെയല്ലേ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു മൊത്തത്തിൽ. അത് എനിക്കെന്നല്ല, എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കലച്ചേച്ചി ആണെങ്കിൽ നമ്മൾ ഭരതനാട്യത്തിന് ഞാനും ശ്രുതിയും വന്നപ്പോൾ തന്നെ കമ്പനിയായി. അപ്പം ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കലച്ചേച്ചി, ഞാൻ ഉർവശിച്ചിലൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും കമ്പനി ആവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ കലച്ചേച്ചി എങ്ങനെയാ, ജാടയായിരിക്കുമോ? കാരണം ഇവർ ഈ കൽപ്പന, ഉർവശി, കലാരഞ്ജനി ആ ഫാമിലിയിൽ നിന്ന് വരുന്നു. ഒത്തിരി വലിയ ഹീറോയിനായിട്ട് ഒത്തിരി സിനിമകൾ ചെയ്ത്, രതീഷേട്ടൻ്റെ കൂടെയൊക്കെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് ചേച്ചി. അപ്പം മമ്മൂക്കയുടെയൊക്കെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും ഈ ഒരു സാധനം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. സായി ചേട്ടൻ്റെ അടുത്തും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇവരൊക്കെ നമ്മളുടെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ, എസ്പെഷ്യലി കലച്ചേച്ചി വന്ന് സംസാരിച്ചപ്പം ഈ ഐസ് ബ്രേക്കിംഗ് എന്നൊക്കെ പറയണത് കറക്റ്റ് അതാണ്. കാരണം ചേച്ചി വന്ന് മക്കളേതൊരു വിളിച്ചപ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ മുരുകിയില്ലാണ്ടായി. കാരണം നമ്മൾ ജാടാന്ന് വിചാരിച്ചെടുത്തുനിന്ന് ചേച്ചി ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് നമ്മളെ കൂടി നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും ജാടയുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാണ്ടാക്കി തന്നൊരു ആളാണ് ചേച്ചി. നമ്മൾ യൂഷ്വലി ഇപ്പോഴത്തെ ഒരു സിനിമ രീതി, നമ്മൾ സീൻ കഴിഞ്ഞ ഉടനെ വാനിൽ പോയിരിക്കുക, പിന്നെ എന്തെങ്കിലും അടുത്ത ഷോട്ടോ സീനോ വരുമ്പോഴായിരിക്കും ക്യാരവനിൽ നിന്ന് ഇറങ്ങുന്നത്. അത് അങ്ങനത്തെ ഒരു രീതിയാണിപ്പോൾ. ഞങ്ങളും അത് തന്നെയാണ് പാലിച്ചു വരുന്നത്. അവിടെ ഇരുന്നിട്ടൊന്നും ചെയ്യാനില്ല നമുക്ക്. അപ്പം അതുകൊണ്ട് ചേച്ചി സമ്മതിക്കില്ല, ചേച്ചി പോകാൻ സമ്മതിക്കില്ലായിരുന്നു ഭരതനാട്യത്തിൻ്റെ സമയത്ത്. എവിടെ പോകണം മക്കളെ, എവിടെ ഇരിക്കും, നമുക്ക് വർത്താനം പറഞ്ഞിരിക്കുക. ചേച്ചിയോട് ഇരുന്ന സമയം പോകുന്നതും അറിയില്ല. ചേച്ചി പഴയ കഥകളെല്ലാം ഇങ്ങനെ പറയും. അപ്പം നല്ല രസം. അതും പറയുന്നത് വെറുതെ കഥയായിട്ടല്ല, കോമഡി. അവരെ ഫാമിലി മൊത്തം അങ്ങനെ കേട്ടോ, തമാശ എന്ന് പറഞ്ഞ ചെറിയ നോട്ടത്തിൽ വരെ നമ്മൾ ചിരിച്ചു പോകും. ഞാനും ശ്രുതിയും ചേച്ചിയും കൂടിയാണ് കമ്പനിയും. ഞങ്ങളിരുന്ന് വർത്താനം പറയുമ്പോൾ ഞങ്ങൾക്ക് ചിരിക്കാനേ നേരമുള്ളൂ. കാരണം ചേച്ചി എന്തെങ്കിലുമൊക്കെ ഇടും. അങ്ങനെ ചേച്ചിയാണ് അതിൻ്റെ ഒരു മെയിൻ ആണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ കാരണം ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ ഇത് കാരണം എല്ലാവരും ഒന്നിച്ചിരിക്കാൻ തുടങ്ങി. നമ്മൾ സീൻ ഡിസ്കസ്, പിന്നെ മോഹിനിയാട്ടത്തിലേക്ക് വന്നപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ സീനും എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടല്ലോ.
അപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കഥ പറയുന്നത്. ഇപ്പം ഡയലോഗ് പറയുമ്പോൾ സാംസൺ നമ്മുടെ അസോസിയേറ്റ് വന്നിരുന്ന് സീൻ വായിക്കും. ഇങ്ങനെ പറഞ്ഞു പോകുമ്പം നമ്മൾ അവിടെ ഇരുന്ന് നമ്മളെല്ലാവരും വർത്താനം പറഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര യൂണിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റിക്കോ അല്ലെങ്കിൽ അവരുടെ മുമ്പ് പിടിച്ചു നിൽക്കണമല്ലോ അങ്ങനത്തെ ഒരു ഫീലിങ്ങേ ഉണ്ടായിട്ടില്ല. അതാണ് കൂടുതലും നമ്മുടെ അഭിനയത്തെ ഹെൽപ്പ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ചേച്ചി RJ ആയിട്ട് തുടങ്ങി, വിജയും ചെയ്തു, അതേപോലെ തന്നെ ഡബ്ബിങ് ചെയ്തിട്ടുണ്ട്, അഭിനയിക്കാനായിട്ട് വരുന്നു. ഇതിൻ്റെ അകത്ത് ഓരോരോ കാറ്റഗറി വെച്ച് നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ വിജയിൽ ചേച്ചി ഒരുപാട് ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും വളരെ ഇപ്പം എൻ്റെ അമ്മയൊക്കെ TV-യിൽ ഇൻ്റർവ്യൂ വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴാണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ ഇൻ്റർവ്യൂ കൂടുതൽ കാണുന്നത്. നേരത്തെ TV-യിൽ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് കാണണമല്ലോ. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നു വെച്ചാൽ അല്ലെങ്കിൽ അമ്മയൊക്കെ എപ്പോഴും പറയും ഇത് നല്ല രസമുണ്ടോ, ഈ പരിപാടി എന്തായാലും നമുക്ക് വിഷുവിന് കാണണം അല്ലെങ്കിൽ ഓണത്തിന് കാണണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാറ്റ് ഷോ ചേച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു താരം ഉണ്ടെങ്കിൽ, അതായത് എല്ലാവരെയും ഇഷ്ടമായിരിക്കും ചെയ്യാനായിട്ട്, പക്ഷേ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കും ചില മറുപടികളോ അല്ലെങ്കിൽ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, അങ്ങനത്തെ ചില ഏടുകൾ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചില ഇൻസ്റ്റൻസുകൾ കിടക്കുന്നുണ്ട്? ഞാൻ ഇതിന് മുമ്പ് എവിടേക്കും അത് പറഞ്ഞിട്ടുണ്ട്. കാരണം മമ്മൂക്കെ ആദ്യം ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് അവസരം തന്നത് എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു ഡയന ചേച്ചിയാന്ന് തോന്നുന്നു, ഏഷ്യാനെറ്റിൽ ഡയന സിൽവസ്റ്റർ. അപ്പോൾ ഡയന ചേച്ചി മമ്മൂക്കയാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ മുട്ടിടിച്ചു. കാരണം മമ്മൂട്ടി നമ്മൾ കാണുന്ന മെഗാ സ്റ്റാർ, ഇദ്ദേഹത്തിനെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല, അങ്ങനെ മിണ്ടിയിട്ടില്ല. ലോങ് ബാക്കുള്ള കഥ കേട്ടോ പറയുന്നത്. അപ്പം ഈ വ്യക്തിയോട് ഞാൻ എന്ത് ചോദ്യം ചോദിക്കാനാണ്, എനിക്ക് ടെൻഷനായിട്ട് വയ്യായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ മുട്ടിടിച്ചാണ് ചെയ്തത്. പിന്നെ മമ്മൂക്കയുടെ ഒരു ഇൻ്റർവ്യൂസിൻ്റെ അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രാക്ഷനും അദ്ദേഹം അങ്ങ് ഏറ്റെടുത്തോളൂ. അങ്ങനെ ഒരു ഭയങ്കര സുഖം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം തന്നെ ചോദ്യം ചോദിച്ച് കൂടെയുള്ളവരോടും ഒക്കെ ചോദ്യം ചോദിച്ചാൽ അങ്ങനെ കൊണ്ടുപോകും. അപ്പം അങ്ങനെ ഒരു പേടിയിൽ നിന്നൊരു കംഫർട്ട് സോണിലേക്ക് പോയൊരു അനുഭവമുണ്ട്. അതേപോലെ മുരളി ഗോപി എന്ന് പറയുന്ന വ്യക്തി ഞാൻ വളരെ ആരാധനയോടെ കാണുന്ന, കാരണം അത്യാവശ്യം നല്ല ബോധവും എഴുത്തൊക്കെ നമുക്കറിയാം. അദ്ദേഹം എത്രത്തോളം നല്ല വിവരമുള്ളൊരു മനുഷ്യൻ ഒറ്റ വാക്കി വേണമെങ്കിൽ പറയാം. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരോടും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് പേടിയാണ്. കാരണം ഇവർക്ക് നല്ല ധാരണയുണ്ട് എന്തിനെ പറ്റിയും. നമ്മൾ ചെയ്യുന്ന ഒരു പൊട്ടത്തരം നമ്മൾ വെറുതെ ഇതാവരുതല്ലോ. അപ്പം അങ്ങനെ എല്ലാവരോടും ആരോട് ഇൻ്റർവ്യൂ ചെയ്താലും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടേ പോവാറുള്ളൂ. അല്ലാണ്ട് വെറുതെ ചെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങനെയല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വളരെ നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു, ഐ എൻജോയ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവില്ലായിരിക്കും ഇപ്പം. പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു അവാർഡായിരുന്നു. കാരണം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ കറക്റ്റ് ആയിരുന്നു എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അങ്ങനെ അതേപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഓർത്ത് വെക്കുന്ന ഞാൻ പേടിച്ചിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തവരെല്ലാവരും കംഫർട്ടബിൾ ആയിരുന്നു, അവരെയൊക്കെ കംഫർട്ടബിൾ ആക്കിയിട്ടേ ഉള്ളൂ. ഞാൻ ഇപ്പം മഞ്ജു വാര്യരാണെങ്കിലും ലെനയാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അന്നൊക്കെ ഭയങ്കര സ്റ്റാറുകളാണ്. നമ്മളൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിങ്ങനെ നടക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ അതിൽ പലരുടെയും കൂടെ അഭിനയിക്കാനുള്ളൊരു അവസരവും ദൈവം തന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചേച്ചി ഇപ്പോൾ ചോദ്യങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, പെട്ടെന്ന് ആലോചിക്കായിരുന്നു. മമ്മൂക്കയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ പൊതുവേ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളോട് പൊതുവേ എല്ലാവരും പറയുന്നൊരു ഡയലോഗാണ്, നല്ലൊരു സെൻറ്റൻസാണ്, ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മമ്മൂക്കയിൽ ഇറങ്ങിപ്പോ കേട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നേ, എൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ വിട്ടേക്കണേ. അതല്ലേ ഞാൻ പറഞ്ഞേ, ഈ മമ്മൂക്കയുടെ മൂഡ് അനുസരിച്ചായിരിക്കും കേട്ടോ. വെറുതെ കേട്ടോ, വെറുതെയാണ് ഇങ്ങനെ പറഞ്ഞ് എനിക്കറിഞ്ഞൂടാ. അദ്ദേഹം അങ്ങനെയല്ല. ആൾക്കാരെ ഈ മനുഷ്യനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് നമ്മളുടെ ഉള്ളിൽ കുറേ പേടിയുണ്ടാക്കി ചെല്ലുമ്പം ഈ പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു മനുഷ്യനാണ്. അങ്ങനെ എനിക്ക് തോന്നിയെങ്ങനെ ഇതൊക്കെ ആൾക്കാരെ എങ്ങനെ എടുക്കുന്നത് എനിക്കറിയില്ല. എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയും, ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. അതേപോലെ അഭിനയിക്കുമ്പോഴും അതെ, ഞാൻ 4 സിനിമ അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്തു. 3 സിനിമയിൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആക്കും നമ്മളെ. എനിക്കറിയില്ല ഈ ആൾക്കാരെ എന്തിനാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ, മേ ബി അദ്ദേഹം ദേഷ്യപ്പെടുമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അല്ലാതെ വെറുതെ ഒരു മനുഷ്യൻ മൂടനുസരിച്ച് കേട്ടോ അദ്ദേഹം ദേഷ്യപ്പെടൂട്ടോ ഇറങ്ങിപ്പോകൂട്ടോ എന്നൊക്കെ അങ്ങനെയൊന്നും അല്ല. ചേച്ചി ഇപ്പോൾ ഡബ്ബിങ്ങിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് വോയിസ് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ചേച്ചി ഡബ് ചെയ്ത് ഇവിടെ വരുന്ന സീരിയലുകൾക്കും ഒരുപാട്, അല്ലെങ്കിൽ എന്താ പറയുക, കന്നഡ തെലുഗു സീരിയലുകൾക്കും ഡബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ പണി എടുത്തിട്ടുണ്ടാവില്ല, അതായത് അങ്ങനെ ഡബ് ചെയ്യുമ്പോൾ ചിലർ 1 2 3 4 ഒക്കെ പറഞ്ഞു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സീരിയൽസിനെ എങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ പിടിക്കുമ്പോൾ മീറ്ററൊക്കെ
കറക്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഹോംവർക്കും പ്രോസസ്സും എങ്ങനെയാണ് നടക്കുന്നത്? ചിലപ്പോൾ സ്ക്രിപ്റ്റ് നേരത്തെ കിട്ടുന്നുണ്ടാവില്ലല്ലോ. സ്ക്രിപ്റ്റ് ഒന്നും കിട്ടുന്നില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സൂട്ടിൽ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സ്ക്രിപ്റ്റ് പോലും ഉണ്ടാവില്ല, അവർ പറഞ്ഞു തരും, അതായത് ഇതാണ് ഡയലോഗ്. അപ്പം നമ്മൾ അങ്ങനെ ആയിരിക്കും. തമിഴ്, തെലുങ്ക്, കന്നഡയൊന്നും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് മീറ്റർ ഒപ്പിക്കാം. ഇംഗ്ലീഷ് ചെയ്യുമ്പോഴാണ് ഏറ്റവും ദൈവമേ. സേതുവിന് അറിയാലോ, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ പേസ് ആണ്. അവർ ഡയലോഗ് പറയുന്ന പോലും, കാരണം ഒരു ഡയലോഗ് പറയാൻ അവർ മുക്കി മൂളി എടുത്ത് പിടിച്ച് ചിലത് പടപടേന്ന് പറഞ്ഞു പോവുകയും ചെയ്യും. ഒന്നെങ്കിൽ അങ്ങറ്റം അല്ലെങ്കിൽ ഇങ്ങേറ്റം. പൊതുവേ ഇംഗ്ലീഷ് പരിപാടികൾ അത് ഇംഗ്ലീഷ് ഞാൻ പറയണത്, വേറെ മറ്റേ എന്താ പറയുക മറ്റ് ലാംഗ്വേജ് ഒന്നുമല്ല. ഈ വേറെ കുറേ ഉണ്ടല്ലോ, എന്തെന്നാ അതിന് പറയണേ, മെക്സിക്കൻ, കൊറിയൻ അങ്ങനത്തെയാണ്. അതാ പറഞ്ഞ മെക്സിക്കൻ, കൊറിയൻ പോലെയുള്ള വേറെ ഏത് ഭാഷയാണെങ്കിലും അതുപോലെയല്ല ഇംഗ്ലീഷ് ചെയ്യുമ്പോൾ. അത് ഞാനിപ്പോൾ ബ്ലാക്ക് വിഡോ അങ്ങനത്തെ ഒക്കെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മശക്തി ഇച്ചിരി കുറവുണ്ട്, പേരുകൾ കറക്റ്റ് ഓർമ്മ. ആ ഒരു സീരീസിലുള്ള കുറേ സാധനങ്ങൾ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അതിലെ ക്യാരക്ടേഴ്സിനൊക്കെ ഡബ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം പാട് മീൻസ് സമയം കുറേ എടുക്കും. കാരണം നമ്മൾ വിചാരിക്കുന്ന മീറ്ററിലായിരിക്കില്ല അവർ പറഞ്ഞു നിർത്തുന്നത്. ചിലപ്പോൾ അവർ കുറേ ഇഴഞ്ഞായിരിക്കും പറയുന്നത്. അപ്പം നമുക്ക് മലയാളത്തിനൊരു മീറ്റർ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ വലിച്ചൊക്കെ പറയേണ്ടി വരും. അപ്പം അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ സാധാരണ ആർട്ടിസ്റ്റുകൾ മലയാളത്തിൽ തന്നെയും പുറത്തുനിന്ന് വന്ന് അഭിനയിക്കുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും. ചില സ്ത്രീകൾ ഡബ് ചെയ്ത് വെക്കുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, അത് അവർ മലയാളമൊന്നും ആയിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ചിലയിടത്തൊക്കെ ആദ്യമൊക്കെ എൻ്റെ അടുത്ത് 1-2 ഡയറക്ടേഴ്സും അസോസിയേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ മുഖത്തൊന്നുമില്ല ദിവ്യ, നമുക്ക് ഡയലോഗിൽ പിടിക്കണം, വോയിസ് പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മീറ്റർ ഒപ്പിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയ ചില ആൾക്കാരും ഉണ്ട്. പിന്നെ അതൊക്കെ ഒരു ഫണ്ണാണ്, രസമാണ്. അല്ല, ഇത് നമ്മൾ ഏത് അവസരമാണെങ്കിലും നമ്മളെ കിട്ടുന്ന അവസരത്തിൽ നമ്മൾ 100% കൊടുക്കുക, നമ്മൾ ഇഷ്ടപ്പെടുന്ന മേഖലയിൽ നമ്മൾ നിൽക്കുക എന്നുള്ളതാണല്ലോ എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ അല്ലെങ്കിൽ ചേച്ചിയ ഓരോ ദിവസം അനുഭവിച്ചിരിക്കുന്ന ചാലഞ്ച് എങ്ങനെയുണ്ടെന്നാണ് ഞാൻ ചോദിച്ചു വന്നത്. രസമാണെന്നല്ലേ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊന്നും ശരിയാവാത്ത എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ചിലതൊക്കെ ശരിയായ ദൈവമേ അടുത്ത ടേക്ക് ഓക്കെ ആവണേ, അടുത്ത ടേക്ക് ഓക്കെ ആവണേ എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുള്ള ഡബിങ് ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ എന്തൊക്കെയോ അതങ്ങനെ ശരിയായി വരും. ചിലത് ശരിയാവാതെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടും ഒക്കെ ഉണ്ട്. ഇപ്പം ഈ ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ സിനിമയിൽ അങ്ങനെ സീൻസ് ഉണ്ടാവില്ല, അതായത് എൻ്റെ പൊന്നു ദൈവമേ ഇതൊന്നും ശരിയായ അങ്ങനെ ചിന്തിച്ചിട്ടുള്ള സീൻസ് ഉണ്ടാവില്ലേ ചെയ്ത് അഭിനയിച്ചു വന്നപ്പോൾ? എൻ്റെ ഒരു ഇതുവരെയുള്ള അനുഭവത്തിൽ ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ലാണ്ടെല്ലാം പോയിട്ടുണ്ട്. പക്ഷെ ഭീമന്റെ വഴിയിൽ ഞാനും ചാക്കോച്ചനും കൂടെ വർത്താനം പറയുന്ന ഒരു സീനുണ്ട് വീടിൻ്റെ ഉള്ളിൽ. അത് നീ ഒന്ന് ശരിയാക്കി തന്നാൽ മതി വഴിയുടെ കാര്യം പറഞ്ഞിട്ട്. ആദ്യമായിട്ട് ചാക്കോച്ചനോട് വഴിയുടെ കാര്യം പറയുന്ന സീൻ അങ്ങോട്ട് സംസാരിക്കും. അതൊരു വലിയ ഡയലോഗ്. സിനിമയിൽ വന്നപ്പോൾ കുറച്ചത് എഡിറ്റ് ചെയ്ത് പോയി. ഈ സാധനം ബൈഹാർട്ട്, കാരണം ചാക്കോച്ചൻ്റെ കൂടെയുള്ള ആദ്യത്തെ കോമ്പിനേഷൻ. ചാക്കോച്ചനെ എനിക്ക് അറിയാനേ വയ്യ, എന്നുവെച്ചാൽ നേരത്തെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല. അപ്പം ഇദ്ദേഹത്തെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് മറ്റേ അനിയത്തി പ്രാവൊക്കെ വന്ന് ഭയങ്കര ഫാൻ ഫോളോവേഴ്സ് ഉള്ളൊരു മനുഷ്യൻ. എങ്ങനെയാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് വേണമെങ്കിൽ നമുക്ക് പരിചയം വേണമല്ലോ. അപ്പം ആ ഒരു ടെൻഷൻ എല്ലാം മനസ്സിലുണ്ട് എനിക്ക്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളും ഉണ്ട് അതിന്, അവിടെ ഇവിടെയൊക്കെ എല്ലാവരും ഇരിക്കുന്നൊക്കെ ഉണ്ട്. ചെന്ന് ഫസ്റ്റ് ടേക്ക് പറഞ്ഞു ശരിയായില്ല. പിന്നെ അഷ്റഫിക്കൊക്കെ ആണെങ്കിൽ പുള്ളി വിചാരിക്കുന്നത് തന്നെ വേണം എന്ന് നിർബന്ധമുള്ള ആളാണ്. ചെമ്പൻ ചേട്ടനാണെങ്കിൽ പുള്ളിയാണ് ഇത് എഴുതിയേക്കുന്നത്. ചെമ്പൻ വിനോദിനും അദ്ദേഹവും വിചാരിക്കുന്നത് കിട്ടണം. 2-3 ടേക്ക് പോയി ശരിയാവുന്നില്ല. കാരണം ഞാൻ പറയുന്നുണ്ട്, ഡയലോഗ് മുഴുവൻ ഞാൻ പറയുന്നുണ്ട് തെറ്റിക്കാതെ. പക്ഷെ അവർ വിചാരിക്കുന്ന മോഡുലേഷനും എൻ്റെ മുഖത്തെ ഭാവവും, കാരണം ഞാനിത് ആലോചിച്ചാണല്ലോ പറയുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ചെമ്പൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പോയി, പുള്ളി ദേഷ്യപ്പെട്ടു. ആദ്യം അവസാനമായിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന വഴക്കഥ, നീ RJ ആണെന്ന് പറഞ്ഞ് മുഴുവൻ ബൈഹാർട്ട് പഠിച്ച് വെച്ചേക്കുവാണ്, ഇങ്ങനെയല്ലേ മേലെ അവർക്ക് സ്ക്രിപ്റ്റ് കൊടുത്തു പോരെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒച്ചയുണ്ടാക്കി. പിന്നെ എടുത്തപ്പം അത് ശരിയാക്കി. വഴക്ക് കേട്ടപ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിൽ ആകെ എനിക്ക് വഴക്ക് കേട്ട, അല്ലെങ്കിൽ ശരിയാവാതെ ഞാൻ ഭയങ്കര ഒരു എന്താ പറയുക എന്നുള്ളൊരു ഫീലിംഗ് വന്നൊരു അനുഭവം അതാണ്. പക്ഷെ ഭീമന്റെ വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീത്ത അല്ലെങ്കിൽ കൗൺസിലർ റീത്ത എന്നൊരു കഥാപാത്രം എനിക്ക് തോന്നുന്നു ചേച്ചി അത് എത്ര വലിയ സിനിമകൾ ചെയ്താലും എത്ര അവാർഡുകൾ മേടിച്ചാലും ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഓർമ്മ വരുന്ന ആദ്യത്തെ കഥാപാത്രങ്ങളിലൊന്ന് റീത്ത തന്നെ ആയിരിക്കും. കാരണം മലയാളികൾക്ക് അത്ര ഇഷ്ടമാണ് കഥാപാത്രം. അതായത് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ റീത്തയുടെ പ്രായത്തിലുള്ള ഒരാളെ സിനിമ കാണുമ്പോഴത്തേക്കും റീത്തയോട് ചെറിയൊരു ക്രഷ് തോന്നുന്ന ആൾക്കാരുണ്ട്. റീത്തയോ ഡോക്ടറും കൂടി സംസാരിക്കുമ്പോഴത്തേക്ക് അവരൊരു കോമ്പിനേഷൻ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു കൂട്ടുകാരി എനിക്കും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കഥാപാത്രം ഭയങ്കര എനിക്ക് വരെ സ്പെഷ്യലാണ്, ചേച്ചിക്കും വരെ സ്പെഷ്യലായിരിക്കും. എന്തായാലും ആ കഥാപാത്രം അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ ഒന്നുകൂടി പുറകോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ RJ, VJ, ഡബിങ് ആർട്ടിസ്റ്റ്, സിനിമാ താരം ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഈ സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ജേർണി ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴേക്കും എത്ര രസമുണ്ട്. അതായത് ഈ പോക്ക്
എങ്ങനെയൊന്ന് മൊത്തത്തിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ എന്തൊരു രസം തോന്നുന്നുണ്ട്. അടിപൊളിയാന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാനിപ്പോൾ ഇവിടെ സേതു ഇത് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമ്പം എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയതാ. സത്യം, ഞാൻ നുണ പറയുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന്. സ്കൂൾ ഒരു എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ സിനിമയൊന്നും അഭിനയിക്കാൻ പറ്റില്ല. അച്ഛൻ ബാങ്കിലായിരുന്നു. അപ്പം അച്ഛന് മര്യാദയ്ക്കുള്ള ജോലിയൊക്കെ ചെയ്ത്, ഏത് മര്യാദയ്ക്കുള്ള ജോലി അതാണ് ചെയ്ത് ജീവിക്കണം, സിനിമയിലൊന്നും അഭിനയിക്കാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞ പരിപാടിയല്ല ഇതായിരുന്നു. അത് എൻ്റെ ഫാമിലിയിലെ എല്ലാവരുടെയും ഇതാ. ആരും കലാകാരന്മാരായിട്ട് ആരുമില്ല. പിന്നെ എൻ്റെ അച്ഛമ്മയും അമ്മമ്മയൊക്കെ തിരുവാതിര പഠിപ്പിക്കുന്ന ആശാട്ടിമാരായിരുന്നു എന്നല്ലാതെ വേറെ കലാ പാരമ്പര്യമില്ല ഞങ്ങളുടെ ഫാമിലിക്ക്. പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ബാത്റൂം സിംഗേഴ്സൊക്കെയാണ്, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ അഭിനയിക്കാനൊന്നും പോകാൻ പറ്റില്ല. അപ്പം നമുക്കോ അന്ന് പിന്നെ സീരിയസ് ആയിട്ടല്ല പറഞ്ഞു, ഈ സ്റ്റാർഡം ഒക്കെ കാണുമ്പോൾ ഒരു കൗതുകം കൊണ്ട് പറഞ്ഞു. അന്ന് ചാനലുകളൊന്നും അത്ര ബൂമൊന്നും സമയമൊന്നുമില്ല, കുഞ്ഞില്ലേ. അത് കഴിഞ്ഞ് എനിക്കൊന്ന് ഞാൻ 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് ഈ ചാനൽസൊക്കെ മുളയ്ക്കാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ ആങ്കറിങ് ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പം അത് വലിയ കുഴപ്പമില്ല, സിനിമയല്ലല്ലോ. അങ്ങനെ വീട്ടിൽ നിന്ന് ചെറിയ സൗകര്യം കിട്ടി, അങ്ങനെ ആങ്കറിങ് ചെയ്ത് അങ്ങനെ എങ്ങനെയൊക്കെയോ ആങ്കറിങ് നന്നായിട്ടൊക്കെ വന്ന കുറേ ചാനൽസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊരു റേഡിയോയിലൊരു അവസരം ഉണ്ടെന്ന് ന്യൂസ് പേപ്പറിൽ കാണുന്നത്. അപ്പം ഞാൻ ഇവിടെ അറിയപ്പെടുന്ന ഒരു ചാനലിൽ ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അവിടെ അവർ തന്നെ പറഞ്ഞു നമ്മുടെ റേഡിയോ സ്റ്റേഷനുണ്ട്, അവിടെ വന്നൂടെ എന്ന് പറഞ്ഞു. ജൂഡെറ്റിപ്പറ്റി എന്ന് പറഞ്ഞ ജൂഡ് സാറാണ് അത് പറഞ്ഞത്. ദിവ്യ ഇവിടെ നമുക്കൊരു ഇതുണ്ട്. ശരി, അങ്ങനെ പോയി ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പം തന്നെ എനിക്ക് കിട്ടി. ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊന്നും പ്ലാൻഡ് അല്ല, ഇതൊക്കെ വരുന്നത് എൻ്റെ വഴിയെ. അങ്ങനെ RJ ആയി, ഒരു 6 വർഷത്തോളം RJ ആയിട്ട് ജോലി ചെയ്തു. RJing പരിപാടി അവിടെ അവസാനിപ്പിക്കാൻ കുറേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നെ വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു പരിപാടിയിൽ നിൽക്കുമ്പോഴേ ഡബ്ബിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് പുറത്ത്, നമുക്ക് അതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അങ്ങനെ ഡബ് ചെയ്യാൻ തുടങ്ങി. അറിയാവുന്ന കുറേ സുഹൃത്തുക്കളുടെ കുറേ ആഡ്സും അതും ഇതും ഒക്കെ ഡബ് ചെയ്തു, അതിൽ അഭിനയിച്ചു. അപ്പോൾ അതിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഹെയർ ഓയിലിൻ്റെ ആഡ് ഞാൻ അഭിനയിച്ചിട്ട് ഭയങ്കര അപ്രിസിയേഷൻ ആയിരുന്നു. പലയിടത്തുനിന്നും ആൾക്കാർ വിളിച്ചിട്ട് എന്ത് രസമായിട്ടാണ് ചെയ്തത്. അപ്പോഴേ ഞാൻ എന്നിലൊരു അഭിനേതാവ് ഉണ്ടല്ലോ എന്ന് ഞാൻ തന്നെ തിരിച്ചറിയുന്നത്. പിന്നെ ഡബ് ചെയ്യാൻ ചെല്ലുന്നിടത്ത് പലരും പറഞ്ഞു, അനിൽ രാധാകൃഷ്ണ മേനോൻ ഉൾപ്പെടെയുള്ള പല ഡയറക്ടേഴ്സും പറഞ്ഞു നിനക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ട്, നിനക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പം ഡയലോഗ് ഓർത്ത് വെക്കണ്ടേ, എനിക്ക് പഠിക്കുന്ന സമയത്ത് പോലും ബൈഹാർട്ട് പഠിക്കാത്ത ഞാൻ ഇനി ഡയലോഗ് എങ്ങനെ, ആ ചിന്തയാണ് നമുക്ക്. പിന്നെ ഇപ്പോഴത്തെ ഒരു ഫ്രീഡം ഒക്കെ ഉണ്ടോയെന്നും നമുക്കറിയില്ലല്ലോ സിനിമ എന്താന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജിസ് ജോയ് ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്നും അതിലൊരു ക്യാരക്ടർ ഉണ്ടെന്നും പറഞ്ഞ് എനിക്ക് കോള് വരുന്നത്. അപ്പം ഞാൻ വെച്ചു ജിസ് ജോയി എനിക്കറിയാം, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജിസ് ജോയി എനിക്ക് പറ്റുന്നില്ല, സോറി എന്ന് പറഞ്ഞ് പോരാനുള്ളൊരു സ്പേസ് ഉണ്ടല്ലോ എന്ന് കരുതി ബൈസിക്കിൾ തീവ്സിൽ അഭിനയിക്കുന്നു. അതൊക്കെ അതാ പറഞ്ഞത്, വന്ന് വീഴാണ്. അതിലഭിനയിച്ച് പിന്നെ ബാക്ക് ടു ബാക്ക് എനിക്ക് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സായിട്ട് സിനിമകൾ വരാൻ തുടങ്ങി. അങ്ങനെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്ത് വന്നപ്പോൾ സീരിയലിൽ ചാൻസ് കിട്ടി. സീരിയലിൽ എന്തായിരുന്നു ഈശ്വരൻ സാക്ഷിയായി എന്ന് പറഞ്ഞ് KK രാജീവിൻ്റെ സീരിയൽ. KK രാജീവിൻ്റെ സീരിയൽ ആദ്യം ചെയ്യുന്ന സീരിയൽ തന്നെ. ഇപ്പൊ KK രാജീവ് എന്നൊക്കെ പറയുമ്പോൾ സീരിയലിൽ ഭയങ്കര ജോഷി സാറാണല്ലോ. അപ്പൊ ഞാൻ ഓക്കെ നല്ലൊരു അവസരമാണല്ലോ എന്ന് കരുതി അതിൽ നല്ലൊരു കഥാപാത്രം ചെയ്തു. അപ്പൊ കൊള്ളാം പരിപാടി, കാരണം പ്രോംപ്റ്റിംഗ് ഒക്കെ ഉണ്ട്, പ്രശ്നമില്ല, സേഫാണ്. അങ്ങനെ കുറേ സീരിയൽസ് ചെയ്തു. അപ്പോൾ പിന്നെ സിനിമയിൽ വീണ്ടും വീണ്ടും അവസരങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെമ്പൻ വിനോദ്, അദ്ദേഹത്തിൻ്റെ കൂടെ 1-2 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ വേഷങ്ങൾ. അദ്ദേഹത്തിൻ്റെ കോള് വരുന്നതും ഇങ്ങനെ ഭീമൻ്റെ വഴി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട്, അതിൽ റീത്ത എന്ന് പറഞ്ഞിട്ട് കഥാപാത്രം നിന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, നിന്നെ ഓർത്തിട്ടാണ് ഞാൻ എഴുതിയത്, കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു. പോയി കഥ കേട്ടു. ആദ്യമായിട്ട് ഞാൻ കഥ കേൾക്കുന്നത് എന്നോട് ആരും ഇതുവരെ കഥയൊന്നും പറഞ്ഞില്ല, ചെറിയ ചെറിയ കഥാപാത്രങ്ങളല്ലേ ചെയ്യുന്നത്. കഥ കൊള്ളാം പരിപാടി. അതിൽ ചവിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ കൊള്ളാം പരിപാടി, അടിപൊളിയായിരിക്കും. കാരണം നമുക്കൊരു തോന്നലുണ്ടല്ലോ നമ്മളെ ആൾക്കാർ തിരിച്ചറിയും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ട്. അങ്ങനെ വരുന്ന കഥാപാത്രങ്ങളൊക്കെ വളരെ അപൂർവമാണ്. 2 കൈയും കൊടുത്ത് സിനിമ ചെയ്തു. അതിന് ഞാൻ വിചാരിച്ചതിൻ്റെ അപ്പുറത്തെ അപ്രിസിയേഷൻ, ഞാൻ അഭിനയിക്കുന്നത് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്തൊക്കെയോ ശക്തികൾ എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു. എനിക്ക് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജും കോൾസും സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞു നന്നായിന്ന്. അതൊരു വലിയൊരു കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ ഇതുവരെ ഇപ്പോൾ ഈ യാത്ര ഇങ്ങനെ പറഞ്ഞപ്പോഴേ, അതായത് ചേച്ചി എന്ത് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ചേച്ചി ഭംഗിയാക്കിയിട്ടേ ഉള്ളൂ. അത് അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെ ഒരു വർക്കിലേക്ക് നമ്മൾ കടക്കുമ്പോഴേക്കും നമ്മൾ തന്നെ ഇടുന്ന ഒരു ഹോംവർക്ക് എന്നോ മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുന്ന ചില കാര്യമെന്നോ
അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതായത് ഞാനിത് നന്നാക്കണം എന്നുള്ളത് അതിനോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവും? ഒരു 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 ഇപ്പോൾ ഒരു ഡബിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വിജയിങ് ഒരു പരിപാടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആർജയിങ് തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ എന്താ പറയുക, കുറച്ച് നാൾ സിനിമയൊക്കെ അഭിനയിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ റെക്കോർഡ് ചെയ്ത് ഷോ കൊടുത്താൽ മതി, ഒരു സെലിബ്രിറ്റി ആർജയാണ് നമ്മൾ നോക്കുന്നത് പറഞ്ഞില്ല, അതും ചേച്ചി എടുക്കുമെന്ന് എനിക്കറിയാം. കാരണം ചേച്ചിക്ക് അത്ര ഇഷ്ടമാണ് ആ ജോലി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ ഓഫറുകൾ വരുമ്പോഴത്തേക്കും മനസ്സിലുറപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഭീമന്റെ വഴി ഒരു ഭയങ്കര കെയർലെസ് ആയിരുന്നു. എന്തെങ്കിലും ചെയ്യുന്നു ഈ ആറ്റിറ്റ്യൂഡ് തന്നെ വന്ന് ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ ഭീമന്റെ വഴിക്ക് ശേഷം ഞാൻ സിനിമയെ കുറച്ചുകൂടി അല്ലെങ്കിൽ ഡബിങ്ങിനെ കുറച്ചുകൂടിയൊക്കെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിക്ക് റെക്കഗ്നേഷൻ കിട്ടും, ആളുകൾ വിളിക്കും, നമുക്ക് കൂടുതൽ വർക്ക് അതിൻ്റെ ബേസിസിൽ കിട്ടും എന്നൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയത് അപ്പോഴാണ്. അപ്പം എന്നാൽ ശരി, അപ്പം മുതൽ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി, കഥകൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ എല്ലാ സിനിമകളും അല്ലെങ്കിൽ ഡബ്ബിങ്ങും നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നന്നായി ചെയ്യാൻ എൻ്റെ മാക്സിമം ഞാൻ കൊടുക്കും എന്ന് എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആദ്യമേ ദൈവത്തിനോട് പറയും, ദൈവമേ സെറ്റാക്കി തരണേ, നമുക്ക് ഒന്നും നമ്മുടെ കയ്യിലല്ല. ഇത് നമ്മൾ പഠിക്കാൻ നമുക്ക് കുത്തിയിരുന്ന് പഠിക്കാം, പക്ഷെ അതുപോലെ ചെയ്യുന്ന ഒരു പരിപാടിയല്ലല്ലോ ഇത്. പിന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഓപ്പോസിറ്റിക്കുന്ന ഡയറക്ടർക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സംഭവം ഉണ്ടാവും. അത് ഡബ്ബിങ് ആണെങ്കിലും അഭിനയമാണെങ്കിലും എൻ്റെ മനസ്സിൽ ആ ക്യാരക്ടർ ഞാൻ കൺസീവ് ചെയ്തിരിക്കുന്ന വേറെ രീതിയിലായിരിക്കും. അത് ഞങ്ങളുടെ രണ്ടുപേരുടെ മാച്ച് ആയാലേ അത് വർക്കാവുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ആവണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് എപ്പോഴും ചെല്ലാറ്. ഫസ്റ്റ് സീൻ ഞാൻ എല്ലാവരോടും പറയും, ആദ്യത്തെ ഒരു സീൻ എനിക്കൊന്ന് നിങ്ങൾ എനിക്കൊന്ന് പഠിച്ച്, അത് എല്ലാവർക്കും അറിയാം, എനിക്കൊന്ന് ഡയറക്ടേഴ്സിനും അങ്ങനെ തന്നെ ആയിരിക്കും. ആദ്യത്തെ സീൻ കഴിയുമ്പോഴേ ഈ ആർട്ടിസ്റ്റ് എത്രത്തോളം നന്നായി പെർഫോം ചെയ്യുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുള്ളൂ. അപ്പം ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട്, വേറെ പ്രിപ്പറേഷൻ ഒന്നുമില്ല, നല്ല പ്രാർത്ഥിച്ചിട്ട് പോകും. എനിക്ക് മനസ്സിലായ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ എന്തോ ആയിക്കോട്ടെ, അത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെടണം എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഇമ്മീഡിയറ്റ് സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കണം ഏറ്റവും ആദ്യം അത് കണ്ട് ഓക്കെ പറയേണ്ടത്. അപ്പം അവരിൽ നമ്മൾ 100% എന്താ പറയുക, നമ്മൾ സറണ്ടർ ചെയ്ത് നമ്മൾ ആ വർക്ക് ചെയ്യുന്നല്ലേ, അല്ലാണ്ട് അവിടെ പോയിട്ട് പിന്നെ വേറെ ബലംപിടുത്തങ്ങളൊന്നും ഇല്ലാതെ ഇല്ല ബലംപിടുത്തമില്ല. കാരണം നമ്മൾ അവിടെ ഞാൻ കംപ്ലീറ്റ്ലി ഡയറക്ടർക്ക് വിട്ടുകൊടുക്കുന്ന അങ്ങനെ അതിനുള്ള ആളെ ഉള്ളൂ ഞാൻ. അല്ലാണ്ട് ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ ഇത് ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. കാരണം എൻഡ് ഓഫ് ദി ഡേ ഡയറക്ടറാണ് അതിൻ്റെ കിങ്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ സിനിമ എങ്ങനെ വേണമെന്ന്. ഇപ്പോൾ ഒരു സീനാണെങ്കിൽ പോലും ഒറ്റ സീനായിരിക്കും ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത്, പക്ഷെ അത് എന്നെ കൊണ്ട് മാക്സിമം നന്നാക്കുക എന്നുള്ളത് എൻ്റെ ഒരു പാർട്ടാണെങ്കിലും അദ്ദേഹം പറഞ്ഞു തരുന്നത് എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഉർവശി ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ എത്ര രസമായിട്ടാണ് അഭിനയിക്കുന്നത്. പ്രിപ്പറേഷൻ ഉണ്ടാവാം, എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെല്ലുന്നു, ഇതാണ് സീൻ എന്ന് പറയുന്നു, ഞാൻ എന്തോ എനിക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു. അത് ഓക്കെ ആണെങ്കിൽ അവർ ഓക്കെ പറയുന്നു, അതല്ല ദിവ്യ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ കൂടുതലും ഡയറക്ടറുടെ കഴിവാണ്. ഇപ്പം നമ്മൾ ഈ പ്രിപ്പറേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീണ്ടും ഭീമൻ്റെ വഴിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഭീമൻ്റെ വഴിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചേച്ചിയെ കാണുന്ന സമയത്ത് ക്രഷ് അടിക്കുന്നുണ്ട്. അതായത് ആ ഒരു കഥാപാത്രം റീത്ത ഏത് ഏജ് ഗ്രൂപ്പിലാണോ നിൽക്കുന്നത്, ആ ഏജ് ഗ്രൂപ്പിന് മുകളിലുള്ള ആളുകൾക്കും ഒപ്പം നിൽക്കുന്ന ആളുകൾക്കും താഴെയുള്ള ആളുകൾക്കും ഒക്കെ ക്രഷ് അടിക്കുന്നുണ്ട്. റീത്തയെ പോലെ ഒരു ചേച്ചിയെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. റീത്തയെ പോലെ ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പൊളി മാസമായിരിക്കും ചിന്തിക്കുന്ന പിള്ളേരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് തോന്നാൻ കാരണം ആ കഥാപാത്രം വന്നിറങ്ങുമ്പോൾ കഥാപാത്രത്തിൻ്റെ സ്റ്റൈല് വരെ നമ്മൾ മനസ്സിലുള്ളതുകൊണ്ടാണ്. സാരി ഉടുത്തിരിക്കുന്ന രീതി, മുടി ചീകി വെച്ചിരിക്കുന്ന രീതി, കണ്ണടയുണ്ട് റീത്തയ്ക്ക്. ഇനിയിപ്പോൾ ആ ഒരു വീടിനുള്ളിൽ പറയുന്ന ഡയലോഗ് നേരത്തെ ചേച്ചി പറഞ്ഞു, അതല്ലാണ്ട് ഭീമൻ്റെ അടുത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്, നീയും മാന്യനും പിന്നെ ഒരു പാവവും കൂടി ചെന്ന് പറഞ്ഞാൽ മതി ശരിയാവുമെന്ന് പറയുന്നത്. ആ സീനിൽ ചേച്ചി ഒരു പച്ച നൈറ്റിയാണെന്ന് തോന്നുന്നു. എനിക്ക് ബ്രൗൺ. അപ്പോൾ നൈറ്റ് ഇട്ടിനെ പുറത്തേക്ക് ഇറങ്ങി നമുക്കറിയാം, നമ്മൾ അമ്മമാരൊക്കെ വീട്ടിലിങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സമയത്ത് അവർ നമ്മൾ കിച്ചൺ ടവൽ വേണമെന്നൊക്കെ പറഞ്ഞില്ല, ഒന്നും നടക്കൂല്ലോ. നമ്മൾ അമ്മമാർ മേത്തൊക്കെ എനിക്ക് തുടച്ചു വെച്ചിരിക്കുന്നത്. ഞാനും കുക്ക് ചെയ്യുന്ന ആളാണ് വീട്ടിൽ. എന്ന് വെച്ചാൽ എപ്പോഴും അല്ല, എൻ്റെ അമ്മയാണ് കൂടുതലും വീട്ടിൽ കാര്യങ്ങൾ നോക്കുന്നത്. പക്ഷെ ഞാൻ ഇടയ്ക്ക് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഉടുപ്പിലൊക്കെ തയ്ച്ചു വയ്ക്കുന്നത്. ആരെ കിച്ചൺ ടവലിനൊക്കെ പറയുകയാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിലിംഗ് ഉണ്ട് ആ കഥാപാത്രത്തിന്. ഒരുപാട് ലേയേഴ്സുള്ള കഥാപാത്രമാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ചേച്ചി വരുമ്പോഴേക്ക് ആ മേത്ത് വെള്ളം ഇരിക്കുന്നത് മുതൽ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ അറിയാണ്ട് സംഭവിക്കുന്നതാണോ? ഇപ്പോൾ ഡയറക്ടറിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ചേച്ചി പറഞ്ഞ് ഡയറക്ടറിൻ്റെ ബ്രീഫിങ്ങിന് കാത് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അറിയാണ്ട് സംഭവിക്കുന്നതാണോ? ഈ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരോടും ഡിസ്കഷനിൽ സംഭവിക്കുന്നതാണോ? എങ്ങനെയാണ് ഈ കഥാപാത്രം ഞങ്ങൾ ഇത്ര അധികം ഓർത്തിരിപ്പിക്കാനായിട്ട് ഉള്ള പണി എന്തെടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ചോദിക്കുകയാണ്, ഒരു കഥാപാത്രം ഒരാളിലേക്ക് എത്തുന്നതിൻ്റെ ഏറ്റവും വലിയ കഴിവ് എഴുത്തുകാരനും ഡയറക്ടർക്കും തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ആക്ടർക്ക് അതിൻ്റെ കഴിവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലായിരിക്കാം, പക്ഷെ എൻ്റെ വിശ്വാസം ഞാൻ പറയുന്നത്. നല്ലോണം
ആ വ്യക്തിക്ക് പെർഫോം ചെയ്യാനുള്ള സാധനം എഴുതി വെച്ചില്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡയറക്ടർ കുറേയൊക്കെ നമുക്ക് നമ്മളുടെ ദിവ്യ ഇതാണ് പരിപാടി, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് നമ്മുടെ രീതിക്ക് ചെയ്യാം. അത് കുറേ ഹെൽപ്പ് ചെയ്യും നമുക്ക് ധാരണ ഉണ്ടെങ്കിൽ. അപ്പം അതൊക്കെയാണ് ഈ കഥാപാത്രത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അത് കറക്റ്റ് ഈ റീത്ത് എങ്ങനെയായിരിക്കണം എന്ന് ചെമ്പൻ വിനോദിന് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ചെമ്പൻ ചേട്ടൻ്റെ നാട്ടിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പം ചെമ്പൻ ചേട്ടൻ എനിക്ക് അവരെയാണ് റെഫറൻസ് ആയിട്ട് കാണിച്ചു തന്നത്. അത് ദിവ്യ ഇതാണ്, ചേച്ചിയുടെ പേര് ഞാൻ മറന്നു, അവർ കൗൺസിലർ ആയിരുന്നു അവിടെ, ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേ ഇടണം, നമുക്കൊരു 40, അന്ന് എനിക്ക് ഇത്രയും പ്രായമില്ലല്ലോ, അപ്പോൾ 40-43 വയസ്സ് പ്രായം തോന്നണം, കുറച്ച് ഗ്രേ ഇടണം, കണ്ണട വെക്കണം എന്നൊക്കെ അവരുടെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ ഫോളോ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഇടുന്നത്. കാരണം നമ്മൾ നോക്കുമ്പം കൗൺസിലറാണ്, ഇത്തിരി ബോൾഡ് ആയിരിക്കണം, അതൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം. അത് ഡയറക്ടർക്ക് ഓക്കെ ആയതായിരിക്കാം. ഇപ്പം ഇതിൽ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും വരുമ്പം ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന ആവശ്യമൊന്നുമില്ല. തനി വീട്ടമ്മയാണ്, പപ്പടം കടിച്ച് തിന്നുന്നു, കൊതുകിനെ അടിക്കുന്നു. അപ്പം അവർക്ക് അത്ര ആറ്റിറ്റ്യൂഡിൻ്റെ ആവശ്യമില്ല. അതേപോലെ ഞാൻ ഹണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തു ഷാജി കൈലാസ് സാറിൻ്റെ. ഹണ്ടിൽ ഞാൻ അവിടുത്തെ ഡോക്ടറാണ്. ആ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സർജനാണ്, അവിടുത്തെ HOD ആണ്. അപ്പം അവർക്ക് കുറച്ച് ആറ്റിറ്റ്യൂഡ് വേണം. അപ്പം ബേസിക്കലി അവർ ബോൾഡാണ്. അതിൽ നമ്മൾ കാണിക്കേണ്ടത് മദ്യപിക്കുന്നതും സിഗരറ്റ് വലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലേഡിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവരിങ്ങനെ ഷോൾഡർ ഇങ്ങനെ പിടിച്ച് നിൽക്കണം. മറ്റേത് സാധാരണ വീട്ടമ്മ ഷോൾഡർ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു അതെൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ്. മേ ബി നമ്മൾ ആളുകളെ കാണുന്നതും നമ്മളിതൊക്കെ ഇങ്ങനെയുള്ള ആളുകളായിട്ട് ഇടപഴകുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇതായിരിക്കാം. ബേസിക്കലി ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാനത് ഹോംവർക്ക് എന്ന് ചോദിച്ചില്ല, പക്ഷെ എനിക്ക് അല്ല സേതു, ഹോംവർക്ക് ആയിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല സത്യസന്ധമായിട്ട്. ഞാൻ പറഞ്ഞ അറിയാണ്ട് അറിയാതെ, അതെ അതാണ് ഞാനതാ പറഞ്ഞു. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ആ ക്യാരക്ടറിലേക്ക് പറയുമ്പോൾ അറിയാതെ അതിലേക്ക് വന്നു പോകുന്നതാണ്. ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കാം. എനിക്ക് മനസ്സിലായത് ഇത്ര നേരം സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇതിന് മുന്നേ ചേച്ചിയുടെ റോൾസും ചേച്ചി എല്ലാവരും സംസാരിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അറിഞ്ഞോ അറിയാതെയോ ഒരു വല്ലാത്തൊരു ഡെഡിക്കേഷൻ ചേച്ചി കൊടുക്കുന്നുണ്ട്. അതായത് ചേച്ചി അറിയുന്നുണ്ടാവില്ല, പക്ഷെ ചേച്ചിയുടെ ഒരു ഇഷ്ടം കൊണ്ടുള്ള നമ്മൾ പണിയെടുക്കുക എന്ന് അറിയാണ്ട് പണിയെടുക്കുക എന്ന് പറയും. അയ്യോ ശരി, ഞാൻ എല്ലാവരോടും പറയുവേ, എന്തൊക്കെ ജോലി നിങ്ങൾ ഈ ഭൂമി ചെയ്തോ, നിങ്ങൾ എത്ര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഏത് ജോലി ചെയ്തോ, പക്ഷെ ഞാൻ ഭാഗ്യവതിയാണ്. കാരണം ഇതുപോലെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒപ്പമുള്ള അല്ലെങ്കിൽ എന്നെക്കാൾ മുൻപേ ഇവിടെ അഭിനയിച്ച് ഡബ് ചെയ്ത് പോയ ആൾക്കാരുൾപ്പെടെ ഞങ്ങൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ അത് അത്ര സന്തോഷമുള്ള ജോലിയാണ് ഇല്ലേ. നമ്മൾ ആസ്വദിച്ച് ആഘോഷിച്ച് ചെയ്യുന്നതാണ്. അതൊരു ഭാഗ്യമല്ലേ നമുക്ക്. ഞാൻ എൻ്റെ അച്ഛനോട്, ഇപ്പം അച്ഛനില്ല, അച്ഛനുണ്ട്, അത് ഞാൻ പറഞ്ഞു, അച്ഛൻ ബാങ്കിൽ ഇരുന്ന് നിങ്ങൾ വർക്ക് ചെയ്താൽ ഇത്രയും സന്തോഷം കിട്ടും എനിക്ക് തോന്നുന്നില്ല ഒരാൾക്കും. എനിക്കിത് നമ്മളത് നമ്മളുടെ ഔട്ട്പുട്ട് നമ്മൾ ചെയ്തത് നമ്മൾ സിനിമയിലൂടെ കാണുന്നു, ആളുകൾ നമ്മളോട് വന്ന് ഗംഭീരായി എന്ന് പറയുന്നു, അല്ലെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒന്നും വേണ്ട എവിടെയെങ്കിലും നിങ്ങൾ ആ സിനിമയിൽ അഭിനയിച്ച ആളല്ലേ എന്ന് ചോദിച്ചാൽ മതി. അതൊക്കെ ഈ സന്തോഷം വേറെ ഏത് ജോലി എവിടെ കിട്ടുമെന്നല്ലേ. ഇപ്പോൾ ഈ കഞ്ഞി കുടിക്കുന്ന സീൻ പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കണം, എൻ്റെ മനസ്സിൽ ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് ഇൻസ്റ്റൻസുകൾ ഉണ്ടെങ്കിലും ശാന്തി എന്ന് പറഞ്ഞ കഥാപാത്രം നോക്കുമ്പോഴേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വന്നിരിക്കുന്ന ക്യാൻറ്റീനുള്ള സീനാണ്. ഇവിടെ എന്തെങ്കിലും വായിൽ രുചിയായിട്ട് വെച്ച് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടാ. അപ്പൊ നമ്മളിരിക്കുന്നത് തീം ഈ കുട്ടിയുടെ അച്ഛനല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, ഇങ്ങനെയാണോ ഡയലോഗ് പറയുന്നത്. അപ്പോൾ അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അതിനൊപ്പം കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രുതിയുടെ ക്യാരക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് ഇതൊന്നും വേണ്ട, അവള് പാവമാണെന്ന് കാണിക്കുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് ആ കഞ്ഞിയും പപ്പടം എടുത്ത് കടിച്ച് തിന്നുമ്പോഴും നമ്മളറിയാം അതും ഭയങ്കര ആസ്വദിച്ചാണ് കഴിക്കുന്നതെന്ന്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കഥാപാത്രത്തിൻ്റെ ബ്രീഫിങ് എങ്ങനെയാണ് സംഭവിച്ചത്? ഇപ്പോൾ നമ്മൾ റീത്തയുടെ കാര്യം നമുക്കറിയാം, റീത്തയുടെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കൃഷ്ണദാസ് മുരളി എങ്ങനെയായിരിക്കും ആ ഒരു കഥാപാത്രം ഇങ്ങനെയൊക്കെയാണ് ചേച്ചി, അത് കുറ്റമൊക്കെ പറയുമെങ്കിലും കിട്ടുന്ന സാധനമൊക്കെ ആസ്വദിച്ച് കഴിക്കും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബ്രീഫിങ് എങ്ങനെ സംഭവിച്ചത്? ദാസന് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്, എല്ലാ കഥാപാത്രങ്ങളും എങ്ങനെ വേണം എന്നുള്ള കറക്റ്റ് ധാരണയുള്ള ആളാണ്. ഇങ്ങനെ ഇത്രയും ധാരണയുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവാം, പക്ഷേ കുറവായിരിക്കും. കാരണം ഒരു ക്യാരക്ടർ ഇരിക്കുന്നത് മുതൽ നിൽക്കുന്നത് മുതൽ കൈ അനക്കുന്നത് വരെ ദാസന് ധാരണയുണ്ട്. അങ്ങനെ എനിക്ക് മനസ്സിലായത്. എന്നെ അന്ന് സിനിമയുടെ ഷൂട്ടിൻ്റെ അന്ന് രാവിലെ വിളിച്ച് കഥ പറയുന്നത്. കാരണം ഞാൻ വളരെ വൈകി ജോയിൻ ചെയ്ത ഒരാൾ ചെയ്യാനിരുന്ന കഥാപാത്രം ആ വ്യക്തിക്ക് ഹെൽത്ത് ഇഷ്യൂ കാരണം നടക്കാത്തത് കൊണ്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു ഇൻഫാക്ട്. പക്ഷെ എനിക്കത് എൻ്റെ ലോട്ടറിയാണ്. അപ്പം എന്നെ രാവിലെ വിളിച്ചിട്ടാണ് കഥ പറയുന്നത്. കഥ പറഞ്ഞപ്പോൾ ഇങ്ങനെ
ഇങ്ങനെയാണ് ഭരതൻ നായർ, ഇങ്ങനെയാണ്, അയാൾക്ക് 2 ഭാര്യമാരുണ്ട്, ഇങ്ങനെ കഥ. ശാന്തി എന്നാണ് ചേച്ചിയുടെ കഥാപാത്രത്തിൻ്റെ പേര്. ശാന്തി ഇങ്ങനെയൊക്കെയാണ്. ആ വീട്ടിൽ വളരെ ബോൾഡായിട്ടുള്ളൊരു മൂത്ത ചേച്ചി, സൈജു ആണ് കാര്യങ്ങളൊക്കെ നോക്കുന്നതെങ്കിലും ഇവർക്ക് ഇവരുടേതായ കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം, പരിപാടി അടിപൊളിയാണ്. അപ്പോൾ ആദ്യത്തെ സീൻ എടുക്കുന്നത് ഞാനും നമ്മുടെ അഭിറാമും കൂടെയുള്ള സീനാണ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. അപ്പം അത് എൻ്റെ അടുത്ത് ഇങ്ങനെ ബ്രീഫ് ചെയ്തു, അബി ഇങ്ങനെയാണ്, അബിയുടെ ക്യാരക്ടർ സുഭാഷ്, അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ അവൻ വരുമ്പോൾ നമുക്കെല്ലാം താല്പര്യമൊന്നുമില്ല. അപ്പം എനിക്ക് ഐഡിയ പരിപാടി മനസ്സിലായി. കാരണം ഇവർക്ക് എല്ലാത്തിനോടൊരു പുച്ഛമുള്ളൊരു ക്യാരക്ടറാണ്. അന്ന് ഇവർക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കുടുംബത്തിന് വേണ്ടി ഇവർ ഏതറ്റം വരെയും പോകും. അങ്ങനത്തെ ഒരു കഥാപാത്രം. അന്ന് കുറച്ച് സെൽഫിഷാണ് താനും. ഫിനാൻഷ്യലി സെൽഫിഷ് അല്ല, അല്ലാത്ത കാര്യങ്ങളിൽ. ഫിനാൻഷ്യലി സെൽഫിഷ് ആണെങ്കിൽ അനിയത്തി വന്ന് നിന്നോട്ടെ എന്നൊന്നും പറയില്ല. അപ്പം അങ്ങനെ അതാണ് ഇത് ബ്രീഫ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ അവർ ഇതിൽ സെൽഫിഷ് അല്ല. പക്ഷെ അതേസമയം ഇവരുടെ കംഫർട്ടിൽ അവർ സെൽഫിഷാണ്. ഇവർക്ക് ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ താല്പര്യമില്ല, ഗതികേട് കൊണ്ടുപോയി കിടക്കുന്നതാ. ഇവർക്ക് അത് വന്ന് പറയാം നീ പോയാൽ മതി, അപ്പോൾ ഇവർക്ക് ഛർദ്ദിക്കാൻ വരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ശ്രുതിയുടെ ക്യാരക്ടർ. അപ്പോൾ അന്ന് എന്തായാലും ഞാൻ പോകുന്നില്ല, കാരണം മറ്റവർ പോവാത്തത് കൊണ്ട് വന്ന് ആശുപത്രി കിടക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ബ്രീഫ് ചെയ്തിരുന്നു എൻ്റെ അടുത്ത്. അതായത് ഇവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യമില്ല, പക്ഷെ ഗതികേട് കൊണ്ടുവന്ന് അച്ഛൻ്റെ കൂടെ കൂട്ടു നിൽക്കുക, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ എളുപ്പമായിരുന്നു കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത് പിന്നീടെല്ലാം സംഭവിച്ചതാണ്. ഈ ചേച്ചിയുടെ കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ അഭിനയിച്ച ക്യാരക്ടേഴ്സ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങളാണ് കൂടുതൽ നിൽക്കുന്നത്. അതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്യുന്നത് ഒരു കുഴപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ മനസ്സിൽ ഒരു എന്താ പറയുക, ഒരു സ്നേഹമയായിട്ടുള്ളൊരു ഭാര്യയുണ്ട്, അല്ലെങ്കിൽ റൊമാൻസ് കാണിക്കാൻ പാകത്തിനുള്ളൊരു ഭാര്യയുണ്ട്, എങ്ങനെയൊക്കെ ചിന്തകൾ വരുന്നുണ്ടോ? അതായത് ഒരുപാട് ബോൾഡ് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴേക്കും. അല്ല, ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. റൊമാൻസ് നമ്മൾ ഭീമന്റെ വഴിയിൽ അടിപൊളിയായിട്ട് വർക്കായ റൊമാൻസാ. നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഈ റൊമാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മരം ചുറ്റി പ്രേമം, കെട്ടിപ്പിടിക്കാൻ, അറിയുക, ഇതൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് വർത്താനം പറയുന്ന സീനിൽ തന്നെ അത് എനിക്ക് കൺവേ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ എനിക്ക് കുറെ അപ്രിസിയേഷൻ കിട്ടിയ ഒരു സീൻ എന്നുള്ളത് പാട്ടിന്റെ ഇടയിൽ ചെമ്പൻ ചേട്ടനും ആ പുള്ളിയും കൂടെ നടന്നു വരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് വെറുതെ. അപ്പൊ അതിനൊരുപാട് അന്ന് ഒരുപാട് പേര് പറഞ്ഞു ആ നോട്ടത്തിലെല്ലാം ഉണ്ട്, ഒരു പാടത്തിൽ. അതെ. അപ്പൊ ആ നഷ്ടപ്രണയം അതിൽ മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ. അപ്പൊ അതൊക്കെ എനിക്ക് ദൈവം സഹായിച്ച അങ്ങനത്തെ കുറെ സംഭവങ്ങളും കിട്ടിയിട്ടുണ്ട്. പിന്നെ പാവമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം എന്താ വെച്ചാൽ പല സിനിമകളും ആൾക്കാർ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം മഹേഷും മാരുതിയും അതിൽ ആസിഫിന്റെ അമ്മയുടെ ക്യാരക്ടർ ഞാൻ ചെയ്തത്. അതിൽ പാവം അമ്മയാ, പാവം പിടിച്ചൊരു അമ്മയാ, വലിയ ഇതൊന്നുമില്ല. അതേപോലെ തന്നെ ഡർബി എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പം റിലീസായ ഡർബിയിൽ അതിൽ 5 ആൺകുട്ടികളുടെ കഥ. അതിലൊരു കുട്ടിയുടെ അമ്മയുടെ കഥാപാത്രം ഉമ്മ. അതൊരു പാവം പിടിച്ച ഉമ്മയാ. ഭർത്താവ് മരിച്ചുപോയി, തയ്ച്ച് വീട് നോക്കുന്നൊരു ഉമ്മയാ. അപ്പം മോൻ കോമയിലാവുമ്പോൾ ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ട്. അപ്പം ഈ സിനിമകൾ ആളുകളിലേക്ക് വേണ്ടത്ര എത്താത്തത് കൊണ്ടാണ് ഈ കഥാപാത്രങ്ങൾ ആൾക്കാർ അറിയാതെ പോയത്. എനിക്ക് വേണമെങ്കിൽ പറയാവുന്ന കഥ പാവമായിട്ടും ബോൾഡായിട്ടും പ്രണയവും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും. പക്ഷെ കമ്പാരിറ്റീവ്ലി മറ്റേത് കൂടുതലാണ്. ഒരു കുഴപ്പമില്ല അവിടെയും എനിക്ക് അല്ലേ കോമ്പൻസേറ്റ്. ഇപ്പൊ ഈ ഭരതനാട്യത്തിലും ആ ഒരു നല്ല ഒരു വശവും കാണിക്കുന്നുണ്ടല്ലോ, ഒരു പാവം വശവും കാണിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ബോൾഡും ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുവെ എന്നെ കാണുമ്പോൾ ഒരു ഇത്തിരി ഗുണ്ട ലുക്കുള്ളതുകൊണ്ടാണോ എന്ന് അറിയില്ല ആൾക്കാർ എനിക്ക് അത്തരം കഥാപാത്രങ്ങൾ തരുന്നത്. പക്ഷെ ഏതാണെങ്കിലും എനിക്ക് സന്തോഷമാണ് ചെയ്യാൻ. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചി സംസാരിക്കാൻ കഴിഞ്ഞതിൽ. ഈ പറഞ്ഞ പോലെ നമ്മൾ പല കഥാപാത്രങ്ങളും നമ്മളിങ്ങനെ എടുത്തിങ്ങനെ കീറി മുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതിലേക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും ഒരുപാട് കലക്കൻ കഥാപാത്രങ്ങൾ ചെയ്യൂ. നമ്മളീ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രൂപവും അതേപോലെ തന്നെ മനസ്സിൽ ആ ഡ്രസ്സിൻ്റെ കളറും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ണട എങ്ങനത്തെ വെച്ചിരിക്കുന്നതെന്ന് വരെ ഓർപ്പിക്കുന്ന തരത്തിൽ ഇനിയും അഭിനയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് ഇടാണ്. ഇനിയും നമുക്കിരിക്കണം സംസാരിക്കാം. അതെ. അല്ല, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി നമ്മളുടെ കഥാപാത്രത്തെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ അത് എനിക്കറിയില്ല, അത് എൻ്റെ സൈഡിലിരിക്കുന്ന ആൾക്കാർക്ക് അത് അനുഭവിച്ചിട്ടുണ്ടാവും പലരും. അത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പറയില്ലേ ഒരു സിനിമ ചെയ്താലും മതി, പക്ഷെ അത് ആളുകളുടെ മനസ്സിൽ നിൽക്കണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു.